കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ലോകത്തെ അപ്പാടെ ഭീതിയിലാഴ്ത്തുന്ന വാർത്തകളാണ്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ പേജർ ആക്രമണത്തോടെ കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിയിലായിരിക്കുകയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാധ്യത തെളിഞ്ഞു വരുന്നതിനിടെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടർന്നാൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ നെതന്യാഹുവിന് താക്കീത് നൽകിയിരിക്കുന്നത്. റഷ്യൻ സൈന്യവും നാറ്റോ സഖ്യവും തമ്മിൽ നേരിട്ടുള്ള സംഘർഷം കാരണം ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് അല്പം മാത്രം അകലെയാണെന്നാണ് പുടിൻ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത്. അതിനിടയിലാണ് പുതിയ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുടിൻ. മാത്രമല്ല അവർക്ക് ആയുധങ്ങളടക്കമുള്ള സൗകര്യങ്ങൾ നൽകുമെന്നും പുടിൻ പറയുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ റഷ്യയെ തളച്ചിടാനാണ് ആയുധങ്ങളും നൽകി യുക്രൈൻ സൈന്യത്തെ അമേരിക്ക റഷ്യൻ അതിർത്തിയിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ റഷ്യയുടെ അതിർത്തി പ്രദേശം ഇപ്പോൾ യുക്രൈൻ സൈനികരുടെ ശവപ്പറമ്പായാണ് മാറിയിരിക്കുന്നത്. ഇറാനിലും ലെബനിലുമൊക്കെ കയറിയുള്ള ഇസ്രായേൽ ആക്രമണം നിർത്തിയില്ലെങ്കിൽ റഷ്യയും ഇടപെടുമെന്ന് തന്നെയാണ് പുടിൻ നൽകുന്ന മുന്നറിയിപ്പ്. അമേരിക്കയോടുള്ള എല്ലാ പകയും വീട്ടാൻ ഒരവസരം തന്നെയാണ് റഷ്യയും കാത്തിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന പ്രചാരണം പോലും ആ രാജ്യത്തിൻ്റെ ഓഹരി വിപണിയെ തകിടം മറിക്കും. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതുതന്നെയാണ്. ഇപ്പോൾ തന്നെ ഡോളറിനെതിരെ ബദൽ സംവിധാനവുമായാണ് റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ രീതി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അമേരിക്ക വീണാൽ അതോടെ ഇസ്രായേലും തീരുമെന്ന ചിന്താഗതിയാണ് ഇറാനെയും നയിക്കുന്നത്. ഇസ്രായേലിനെ മുൻനിർത്തി സംഘർഷം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയാണ് ഇറാൻ സംശയിക്കുന്നത്. ഹമാസ് മേധാവിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ഉചിതമായ സമയമാണ് ഇറാൻ തേടുന്നത്. അത് തീർച്ചയായും റഷ്യയുടെ നിലപാടിനനുസരിച്ചായിരിക്കും. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിരവധി കേന്ദ്രങ്ങൾ ഒന്നിച്ച് ആക്രമിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധത്തെ തകർക്കാൻ ശേഷിയുള്ള സംവിധാനം റഷ്യയ്ക്കുണ്ട്. റഷ്യയിൽ നിന്നും ഈ സംവിധാനം ഇറാനിലും ലെബനനിലും എത്തിയിട്ടുണ്ടോ എന്ന സംശയം ഇസ്രായേലിനുണ്ട്. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല നിലവിലെ അമേരിക്കയിലെയും ഇസ്രായേലിലെയും അവസ്ഥ. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവ് ഹമാസ് ആ രാജ്യത്ത് നുഴഞ്ഞു കയറിയതിലൂടെ ലോകം കണ്ടതാണ്. ലോകം തന്നെ തീരുമെന്നതിനാൽ എന്തായാലും റഷ്യയോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക തയ്യാറാവില്ല. ലോകരാജ്യങ്ങളും അതിന് അവസരം ഉണ്ടാക്കില്ല. എന്നാൽ ഉത്തര കൊറിയയും ഇറാനും അമേരിക്കയെ ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. യുക്രൈന് അമേരിക്ക നൽകിയ നിർദ്ദേശം ഉത്തര കൊറിയയ്ക്കും ഇറാനും റഷ്യ നൽകിയാൽ ആ നിമിഷം തീരുന്നതാണ് അമേരിക്കയുടെ അഹങ്കാരം. പുതിയ ലോകക്രമത്തിൽ ഇതൊന്നും തന്നെ നടക്കാത്ത കാര്യവുമല്ല. നേരിട്ട് യുദ്ധം ചെയ്ത പരിചയം അമേരിക്കയെക്കാൾ ഇപ്പോൾ റഷ്യയ്ക്കാണുള്ളത്. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആയുധത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്നത് യുക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യയ്ക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. യുക്രൈൻ സൈനികർ ഉപയോഗിച്ച അമേരിക്കൻ ബ്രിട്ടൻ നിർമ്മിത ടാങ്കുകൾ ഉൾപ്പെടെ നിന്ന് കത്തിയതും ലോകം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പുടിൻ്റെ ഭീഷണിയിൽ ഇനി ഇസ്രായേലിൻ്റെ പ്രതികരണം അറിയാനാണ് ലോകം കാത്തിരിക്കുന്നത്.